ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ട്രക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രക്കിൽ ഇന്നൊരു ഓട്ടം പോകലാണ് ഇന്നത്തെ വീഡിയോ. പുത്തൻ വണ്ടിയാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഈ ഡിക്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. എന്നിട്ട് നേരെ നമുക്ക് വണ്ടി കയറി ഇച്ചിരി നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക. കാരണം എൻജിന് തണുത്തിരിക്കാൻ എന്തായാലും ഇച്ചിരി ചൂടായി വരണം, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇച്ചിരി നേരം ഓണാക്കിടാം. റീസ് ചെയ്തെടുക്കുക ഇച്ചിരി നേരം. ഓക്കെ, നമുക്ക് എന്തായാലും ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇന്നലെയാണ് വാങ്ങിച്ചത്. ഇന്നലെ വാങ്ങിച്ചിട്ട് ഞാനിവിടെ കൊണ്ടിട്ടേക്കായിരുന്നു. എന്തായാലും നമുക്ക് ബോണറ്റ് ഒന്ന് തുറക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, ബോണറ്റ് എന്തായാലും സീനില്ല. എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് ഏത് ട്രിപ്പാണ് പോകേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് നേരെ വണ്ടി കയറാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കയറിയിട്ട് നമ്മുടെ ഫോൺ എടുത്ത് ഏതൊക്കെ ഓട്ടോ വന്നെടുക്കണേന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഫോൺ എടുത്ത് കാർഗോ എടുക്കുക. നമുക്ക് കുറച്ച് ഓട്ടം വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ ഏതെടുക്കണമെന്ന് ഇതാണ്. നമുക്ക് മരത്തിൻ്റെ എടുക്കണോ അതോ കുറഞ്ഞ വല്ലതും മതിയാ? എന്നാലും വെച്ചാൽ നമുക്ക് കുറഞ്ഞ ഇതെടുക്കുക, അതാ നല്ലത്. അല്ലെങ്കിൽ ഈ മുകളിൽ കിടക്കാൻ മരത്തന്നെ വേണോ? നമുക്കെന്തായാലും കുറഞ്ഞ തന്നെ എടുക്കാം. എന്തായാലും വീഡിയോ ലെങ്ത്ത് കൂടും ചിലപ്പോൾ. എന്തായാലും നമുക്ക് കുറഞ്ഞ വല്ല ഓട്ടം എടുക്കാം. ഇതിൽ കുറഞ്ഞ ഓട്ടം ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും കുറഞ്ഞ ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ ആ ട്രെയിലർ എവിടെ കിടക്കുന്നത് നോക്കാം. എന്നിട്ട് അവിടേക്ക് പോയിട്ട് ട്രെയിലർ എടുത്തിട്ട് നേരെ നമുക്ക് എവിടേക്കാണ് എത്തിക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തിക്കാം. എന്നാലും ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ അത് പൊളിയാണ്. ഇപ്പോൾ മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ കിട്ടണോണ്ട് തന്നെ ഇച്ചിരി കൂടി സൗകര്യം കൂടി. എന്തായാലും ഈ ഡ്രൈവർ ക്യാബിനിൽ ഞാൻ ഇരിക്കുന്ന ഈ സീറ്റിൻ്റെ പിറകിലായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ പോയിട്ട് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടി തന്നെ കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണിത്. എന്തായാലും ഫുൾ പണിയെടുത്ത വണ്ടിയാണ്. നല്ല രീതിക്ക് തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ കിട്ടും. എന്തായാലും ഇവിടെ ട്രെയിലർ എടുക്കുന്നുണ്ടാവും. അപ്പം എന്തായാലും നമുക്കത് തപ്പാം. ആകെ എടുക്കുന്ന ട്രെയിലറാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയി അതെടുത്തിട്ട് വരാം. ഓക്കെ, എന്തായാലും ഇവിടുന്ന് നേരെ ട്രെയിലറിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, പോട്ടെ. ഓക്കെ, നമ്മൾ ട്രെയിലർ വണ്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇത് എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തിക്കാം. സീൻ ഇൻറ്റീരിയറാണ് കേട്ടോ. എനിക്ക് ഈ ഇൻറ്റീരിയർ നല്ലോണം ഇഷ്ടമായി. കാരണം പുതിയ അപ്ഡേഷനിൽ വന്നാണെന്ന് അറിയില്ല. കാരണം ഞാൻ ഇതുവരെ ട്രക്ക് എടുത്തിട്ടില്ല. കാരണം ട്രക്ക് ഞാൻ പണ്ട് ഹാപ്പി മോഡ് വെച്ചിട്ട് ഒരെണ്ണം കയറ്റിയിട്ടുണ്ടായിരുന്നു ഗെയിം ഇത് തന്നെ. അത് ട്രക്ക് ഓടിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചറേ ഇല്ല. ഈ ഡിസ്പ്ലേയും സ്റ്റിയറിങ്ങും ഒക്കെ വേറേതായിരുന്നു. ഡിസ്പ്ലേ പോലും ഇല്ല അതിൽ. എന്തായാലും ഞാൻ ഹാപ്പി മോഡ് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കി. അതിനുശേഷം ഈ റിയൽ വെർഷൻ ഞാൻ കയറ്റി. റിയൽ വെർഷൻ കയറ്റി ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വണ്ടി വാങ്ങിക്കണത്. അപ്പോൾ എന്തായാലും ഈ വണ്ടിയിലത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പി മോഡ് കളിച്ചപ്പോൾ ആദ്യത്തെ ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇത്ര നാൾ ഈ ട്രക്കൊന്നും എടുക്കാഞ്ഞത്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇഷ്ടമായി. എന്തായാലും ഈ വണ്ടി എടുത്ത സ്ഥിതിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാണ്ട് ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച്.
ഈ ട്രെയിലറിന് എന്തോ ഒരു കുഴപ്പം പോലെ തോന്നുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിങ് കൊടുക്കാണ്ട് തന്നെ ഈ വണ്ടിയുടെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയുന്നുണ്ട്. എന്താണ് ഇനി പോണ വഴിക്ക് വല്ല ആക്സിഡൻറ്റ് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം വണ്ടി ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ടേ തിരിയണുള്ളൂ. കൂടുതലായ ചിലപ്പോൾ പണി കിട്ടും. എന്തായാലും പതുക്കെ പതുക്കെ പോയാൽ മതി. അതല്ലത്, കാരണം ഇവിടെ ഒക്കെ വളവാണ്. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വളയ്ക്കണം. ഓക്കെ, വലിയ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് വളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എന്തായാലും ഇവിടെ നിന്ന് വളച്ചു വെക്കാം. മിക്കവാറും നമ്മുടെ ട്രെയിലർ ഇവിടെ കുടുങ്ങാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഓ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി കൂടി പോകുന്നതിന് ഓക്കെ ആയനെ. ട്രെയിലർ ജസ്റ്റ് ഒന്ന് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇതിലെടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് ബാക്ക് എടുത്തിട്ട് വന്നാലോ? ബാക്ക് എടുത്തിട്ട് സ്പീഡിൽ വന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്പീഡിൽ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അതിനെക്കാട്ടും വലിയ പണി കിട്ടിയിട്ടുണ്ട്. ട്രെയിലർ അഴിഞ്ഞു പോയി. ബാക്ക് എടുത്തിട്ട് അത് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, പോട്ടെ പോട്ടെ. ട്രെയിലർ ക്യാച്ചായിട്ടുണ്ട്. ഇനി ഈ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് എങ്ങനെ എടുക്കും? ഓ, ഇതാണ് സീൻ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനത്തെ ഒരു പണി കിട്ടുമ്പോൾ. ഓക്കെ, നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്യണം. പിന്മാറാൻ ഞാൻ സമ്മതിക്കൂല. ഓക്കെ, നമുക്ക് നല്ലോണം ബാക്ക് എടുത്തിട്ട് വന്ന് നോക്കാം. അതാ പിന്നെയും ട്രെയിലർ വിട്ട്. എൻ്റെ ഗൈസ്, നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. നല്ലോണം ബാക്ക് എടുത്ത് വരാം. ബാക്ക് എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് ചെരിച്ച് പിടിക്കുക. ഇനി അങ്ങോട്ട് നല്ലോണം ചെരിച്ച് പിടിച്ചിട്ട് വന്നുകൊണ്ട് കിട്ടാതെ കുടുങ്ങിയത് അങ്ങനെ ആയിരിക്കും. നമുക്ക് എന്തായാലും ഓക്കെ, നമുക്ക് വണ്ടി അവിടെ നിന്ന് റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ പോവാം. എന്തോ ഒരു ചെരുവുണ്ട് വണ്ടിക്ക്, എന്താണെന്ന് അറിയില്ല. ഒരു സ്ഥലത്ത് മാത്രം ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഈ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ എവിടെ വേണേലും ഇടിക്കാം. ആ, പറഞ്ഞ പോലെ തന്നെ നല്ല പണി കിട്ടുന്നുണ്ട്. ട്രെയിലറിൻ്റെ ഒരു കുഴപ്പമേ. നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രെയിലറിന് എനിക്ക് കിട്ടുമോ? പൊന്തിയാ നിൽക്കണത്. ഓ, മിക്കവാറും ഞാൻ ട്രെയിലർ എടുത്തിട്ട് നമ്മൾ റോഡ് അമർത്തേണ്ടി വരും. അല്ലാണ്ട് ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ, വണ്ടി കിട്ടും. ആ, വണ്ടി കിട്ടി. ട്രെയിലർ ക്യാച്ചായിട്ടുണ്ട്, പക്ഷെ വണ്ടി ഇവിടെ നിന്ന് പോരൂല. എന്തായാലും റോഡ് അമർത്തി വെക്കാം. റോഡ് അമർത്തിയാൽ മിക്കവാറാവും. ഓക്കെ, വണ്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ റോഡ് അമർത്തിയപ്പോൾ എല്ലാം ഓക്കെ ആയി. എന്തായാലും ടോള് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇച്ചിരിയും കൂടി ഉള്ളൂ എന്നാണ് തോന്നണത്. എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ വണ്ടി. നല്ല കണ്ടീഷനുമാണ് വണ്ടി. ആ ട്രെയിലറിൻ്റെ കുഴപ്പത്തിലാണ് ഈ 2-3 ഐഡിയയും കാര്യങ്ങളൊക്കെ അടിച്ചത്. ആ, അങ്ങോട്ടായിരുന്നില്ലേ ഇവള്? ജസ്റ്റ് ഒന്ന് വഴി മാറിപ്പോയി. നമുക്ക് എന്തായാലും ഒന്ന് റിവേഴ്സിൽ പോവാം. ഓക്കെ, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മുട്ടെടുക്കാൻ പറ്റുമോ നോക്കാം. കുറേ സ്ഥലം മുട്ടയും തട്ടമൊക്കെ ചെയ്യുന്നുണ്ട്. ആ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല. പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത്. നമുക്ക് ഇച്ചിരി ബാക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫുള്ളായിട്ട് ഒടിച്ചെടുക്കാം ഇവിടുന്ന്. ഓക്കെ, ഇവിടുന്ന് നേരെ പോയാൽ നമ്മുടെ ട്രെയിലർ അവിടെ ഇടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നേരെ പോയി നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെയാണ് സ്ഥലം. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ കയറ്റിയിടാം. എന്തായാലും ഞാൻ ഇവിടെ ട്രെയിലർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ അവിടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഞറങ്ങിപ്പോയിട്ടുണ്ട്. എന്തായാലും വണ്ടി രക്ഷയില്ലാത്ത ഓടൽ അറിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ട്രെയിലറിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതാണ് വണ്ടി ഇങ്ങനെ ഇടിക്കലും തട്ടലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബോണറ്റിൻ്റെ അകത്തേക്ക് ഇടിയൊന്നും കയറിയിട്ടില്ല. ഹെഡ്ലൈറ്റിൻ്റെ അവിടെ മാറേണ്ടി വരുള്ളൂ.
ഹെഡ്ലൈറ്റ് ഒന്ന് മാറണം, അല്ലാണ്ട് സീനൊന്നുമില്ല. എന്തായാലും ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.